ജൂൺ മാസം 19-ാം തീയതി ക്രിസ്തു വർഷം 2024. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. എന്നെ കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നമുക്ക് ദൈവവചന വായന ഇന്ന് ചെയ്ത് ദൈവവചനം വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ്. 16 മുതൽ 18 വരെയുള്ള 16 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ദൈവവും സൃഷ്ടാവും പരിപാലകനുമാകുന്നതിനാൽ അവിടത്തേക്ക് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. പുത്രനെ അയച്ച് കാൽവരി ക്രൂശിതനായ കർത്താവ് ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അവൻ മരണത്തെ ജയിച്ച് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് ഇന്ന് കർത്താവെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ആത്മീകനാകാനുള്ള സാധ്യതകളുണ്ട്. ആ കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കുമ്പോൾ, തിരുവചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഇതിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. നാം കഴിഞ്ഞ ആഴ്ചകളിൽ വിവിധ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അതിൽ ആത്മീയമായ കാര്യങ്ങളാണ് നാം കൂടുതലായിട്ട് പഠിച്ചു വരുന്നത്. ഇതിനകത്ത് നാം വായിച്ചു എഫേസ്യ ലേഖനത്തിൽ നിന്ന് സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ച പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പം അങ്ങനെ ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മീയ പോരാട്ടം, ആത്മീയ ജീവിതം, ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ആത്മീയ ജീവിതം ആവശ്യമാണ്. അതിനെങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ആത്മീയനായി തീരുന്നത് എന്നുള്ളതും പരമപ്രധാനമായ വിഷയമാണ്. അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതം എന്താണ്? ആത്മീയത എന്താണ്? ആത്മീയനാകുന്നത് എങ്ങനെ? 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 24 വരെ ഉള്ള വാക്യങ്ങളിൽ 1:21 നമ്മൾ വായിച്ച 2-ാം അധ്യായമാണ്. 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം
അതിപ്രകാരമാണ്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരെ ആണ് രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത്. 1-ാം അധ്യായവും 2-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുന്നു. തുടർന്ന് 3-ാം അധ്യായവും കൊരിന്ത്യർ ലേഖനം മൊത്തത്തിൽ തന്നെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണ്. അത് എങ്ങനെയാണ് ആരംഭിക്കുന്നത്, ആത്മീയ ജീവിതം എങ്ങനെ ആരംഭിക്കാം, അത് എങ്ങനെ തുടരാം, അനുഗ്രഹങ്ങൾ പ്രാപിക്കാം എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രൂശിൻ്റെ വചനം, അതാണ് പ്രസംഗിക്കപ്പെട്ടത്. പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യയിൽ തൻ്റെ മിഷണറി യാത്രകളിൽ കടന്നു ചെന്ന് കൊരിന്ത്യയിലെ യഹൂദന്മാരുടെയും യവനന്മാരുടെയും ഇടയിൽ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പ്രസംഗിച്ചു. അത് ക്രൂശിൻ്റെ വചനം എന്നാണ് പൗലോസ് അപ്പസ്തോലനോട് എഴുതിയിരിക്കുന്നത്. ഈ ക്രൂശിൻ്റെ വചനം അപ്പസ്തോലനായ പൗലോസ് പ്രസംഗിച്ച ആ വചനം വിശ്വസിക്കുന്നവരെ, ഇതാരൊക്കെ വിശ്വസിക്കുന്നുവോ, ഇക്കാലത്ത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്നവർ വിശ്വസിക്കുന്നു എങ്കിൽ, അവർ പറയുന്നത് ആ വിശ്വാസിയെ ക്രൂശിൻ്റെ വചനം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും പുനരുത്ഥാനവും സംബന്ധിച്ച് സുവിശേഷം കേട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, പൂർണ്ണ രക്ഷയ്ക്കായിട്ട് അവരിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. വിശ്വസിച്ചവർ ആത്മാവ് പ്രാപിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കുന്നു. വിശ്വസിച്ചവർ ക്രിസ്തുവിനുള്ളവരായിത്തീരുന്നു. അപ്പോൾ എത്രയോ മർമ്മപ്രധാനമായ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൻ്റെ വിഷയമാണ്, അതിലെ പ്രധാന വ്യക്തി ക്രിസ്തുവാണ്, അവൻ്റെ കാൽവരി മരണമാണ്, അതിൻ്റെ പുനരുത്ഥാനമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കേണ്ട വിഷയമെന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വിശ്വസിക്കുന്നവന് അവന് ദൈവം പ്രസാദിക്കാൻ പോവുകയാണ്. ദൈവം പ്രസാദിക്കുന്നതിന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നാം പഠിച്ചു വരുമ്പോൾ കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ 2 തരം വ്യക്തികൾ ഈ ലേഖനത്തിലുണ്ട്. 2 തരം മനുഷ്യരുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവൻ പ്രാകൃത മനുഷ്യനാണ്. അവൻ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ അസാധ്യമാണ്. അത് ലൗകിക മനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ എന്നെല്ലാം അതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. ഇത് വളരെ വ്യക്തമായൊരു വചനമാണ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യാതെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, ആ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല ഈ പ്രാകൃത മനുഷ്യൻ. കാരണം അവന് ഇത് ഗ്രഹിക്കാനോ, അവന് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ്. അവന് പാപത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ അവൻ്റെ ജീവിതത്തിൻ്റെ ദാരുണാവസ്ഥയെക്കുറിച്ച് അറിയാതെ അവൻ ഒരു ഭോഷനായി ജീവിക്കുന്ന വ്യക്തിയാണെന്ന് ഇവിടുന്ന് പറയാം. ഇത് ഞാൻ പറയുന്ന എൻ്റെ ഒരു അഭിപ്രായമല്ല, ദൈവത്തിൽ എഴുതിയിരിക്കുകയാണ്. ദൈവാത്മാവിൻ്റെ ഉപദേശങ്ങൾ അവന് ഭോഷത്വമാണ്, അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ, അതുകൊണ്ട് ഇത് വിവേചിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം നമുക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമുക്കറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഏകദൈവത്തിൽ 3 വ്യക്തികൾ.
അതിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണ ദൈവമാണ്. ദൈവത്തിനുള്ള സകല ഗുണവിശേഷങ്ങളും പരിശുദ്ധാത്മാവിനും ഉണ്ട്. അതുകൊണ്ട് ഈ ആത്മാവാണ് ഈ പ്രാകൃത മനുഷ്യനെ ആത്മീയനാക്കി മാറ്റുന്നത്. ആ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുവിശേഷമാണ്. സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ കാലിൽ ക്രൂശീകരണമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പ്രത്യക്ഷനായി അവൻ്റെ പൗലോസിനെ ഈ മിഷനറി ആയിട്ട് അവനെ അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുക്കുകയും അവന് ഈ ഉപദേശം കൊടുക്കുകയാണ് ഉണ്ടായത്. സുവിശേഷം അവന് കൊടുത്തു. അവനത് പ്രസംഗിച്ചു. അത് വിശ്വസിച്ചവർക്ക് ഈ ആത്മാവിനെ ലഭിക്കുകയും ക്രിസ്തുവിനുള്ളവരായി തീരുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൽ പ്രസാദിച്ച ആത്മാവുള്ള ക്രിസ്തുവിനുള്ള ഒരു വ്യക്തിയാണ് ഒരു ക്രിസ്ത്യാനി എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും. അപ്പം അങ്ങനെ നമുക്ക് 2 തരം വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഈ ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ 2 തരം വിശ്വാസികളുണ്ട്. 2 തരം. അത് ഞാൻ ഉണ്ടാക്കി പറയുന്നില്ല, വേദോസിൽ പറയുന്ന 3-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 1-ാം വാക്യത്തിൽ പറയുമ്പോൾ ഈ ആത്മീയനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശീകരണത്തിലും വിശ്വസിച്ച ആ വ്യക്തികൾ അവരോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ജഡികന്മാരാണ്. നിങ്ങൾക്ക് എനിക്ക് ആത്മീയർ എന്നുള്ള നിലയിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ശിശുക്കളാണ്. നിങ്ങളുടെ ഇടയിൽ പക, പിണക്കം, സാധാരണ മനുഷ്യരെ പോലെ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ ഇനിയും മുന്നോട്ടും മനസ്സിലാക്കാനോ നിങ്ങൾക്ക് തികഞ്ഞവരാകാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ പ്രാകൃതൻ എന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, അതിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് യേശുക്രിസ്തുവിലായിത്തീർന്നവരാണ് ആത്മീയ മനുഷ്യൻ. ഈ ആത്മീയ മനുഷ്യൻ അവൻ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവൻ സാധാരണ മനുഷ്യനെ പോലെ പിന്നെയും ജീവിക്കുന്നു. അവനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ജഡിക മനുഷ്യനെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 3 തരം ആൾക്കാരെ നമുക്ക് കാണാം. ഒന്ന് പ്രാകൃത മനുഷ്യൻ. അവൻ ആത്മാവില്ല, പരിശുദ്ധാത്മാവില്ല, അവന് ദൈവിക കാര്യങ്ങൾക്ക് അറിയത്തില്ല, അവനത് ഭോഷത്വമാണ്. എന്നാൽ 2-ാം തരം ആൾക്കാർ അവർ ആത്മീയനാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്. ഈ ആത്മീയരിലും ജഡികന്മാർ ധാരാളം ഉണ്ട് എന്നുള്ളതും വേദപുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സത്യമാണ്. അങ്ങനെ ആത്മീയനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവൻ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ പ്രാപിച്ചവനാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനിത് ഉണ്ടാക്കി പറയുന്നതാണെന്ന്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമതായിട്ട് ഈ ആത്മീയ മനുഷ്യൻ 1 അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പം ഈ പരിശുദ്ധാത്മാവും നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലും നമ്മളിൽ വസിക്കുന്നതും നമ്മളെ മുദ്രയിടുന്നതും നമ്മളെ മുന്നോട്ട് നടത്തുന്നതും എല്ലാം പഠന വിഷയമാണ്. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മീയനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. 3-ാമതായിട്ട് 1 കൊരിന്ത്യർ 3-ന്റെ 23-ാം നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. നിങ്ങളോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസംഗം കേട്ട് ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, അപ്പസ്തോലന്മാർ പറഞ്ഞു ക്രിസ്തു, അവനിൽ വിശ്വസിച്ചവർക്ക് നിങ്ങളോ ക്രിസ്തുവിനുള്ളവരാണ്. ദൈവം അവനിൽ പ്രസാദിക്കുന്നു, അവൻ ക്രിസ്തുവിൻ ഉള്ളവരാണ്. എത്രയോ അത്ഭുതകരമായ അനുഗ്രഹീതമായ ഒരു അവസ്ഥയിലേക്കാണ്, ഒരു സ്ഥിതിയിലേക്കാണ്, ഒരു പദവിയിലേക്കാണ് ഈ പ്രാകൃത മനുഷ്യൻ ഉയർത്തപ്പെടുന്നത്. ഇത് വളരെ ആത്മീയമായി ത്രിയേക ദൈവത്തിൻ്റെ വലിയൊരു പ്രവർത്തനത്താൽ സംഭവിക്കുന്ന ഒരു വലിയ കാര്യമാണ്. നമ്മുടെ രക്ഷ, ആത്മീയ രക്ഷ,
പാപമോചനം, നരകത്തിന് അർഹരായ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ രക്ഷയുടെ കാര്യങ്ങൾ ദൈവം എത്രയോ സങ്കീർണമായിട്ട് ചെയ്തുവെങ്കിൽ അതുപോലെ സങ്കീർണം തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. അതുകൊണ്ട് ഇത് വളരെ സങ്കീർണമായിട്ട് പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ദൈവവചനം, ദൈവം മനുഷ്യനെ കുറിച്ച് എന്ത് പറയുന്നു അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആത്മീയ മനുഷ്യൻ ആരാണ്, നമ്മൾ പ്രാകൃത മനുഷ്യൻ എങ്ങനെയാണ്, പാപം എന്താണ്, പാപത്തിന് ശിക്ഷ എന്താണ്, അതിൻ്റെ പരിഹാരം എന്താണ്, എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ദൈവം നടപ്പാക്കുന്നത്, ഇതെല്ലാം നമ്മൾ സങ്കീർണമായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മുടെ രക്ഷയെ സംബന്ധിച്ചും രക്ഷിക്കപ്പെട്ട് ആത്മീയനായി തീർന്നവൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു ചോദ്യമുള്ളത്, പ്രാകൃത മനുഷ്യൻ എങ്ങനെ ആത്മീയനാകും? പ്രാകൃത മനുഷ്യൻ എങ്ങനെ ആത്മീയനാകും? ക്രിസ്തുവിലാണ് ആത്മീയനാകുന്നത്. ക്രിസ്തുവിലാണ് നമുക്ക് ആത്മീയത ലഭിക്കുന്നത്. അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ മാത്രമാണ് പ്രാകൃത മനുഷ്യൻ ആത്മീയനാകുന്നത്. പ്രാകൃത മനുഷ്യൻ ആത്മീയ മനുഷ്യനാകുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ മാത്രമാണ്. ആത്മീയനാകുക ത്രിയേക പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്താലാണ് പ്രാകൃത മനുഷ്യൻ ആത്മീയനായി തീരുന്നത്. അപ്പം ഇതുകൊണ്ട് ഇത് മാനുഷികമായിട്ട് ചെയ്ത് ലഭിക്കാവുന്ന ഒന്നല്ല. ഇത് ദൈവം തന്നെ പ്രവർത്തിക്കുന്ന വലിയ ഒരു അത്ഭുതകരമായ ഒരു പ്രവൃത്തിയായിട്ട് നാം ഇതിനെ മനസ്സിലാക്കണം. അത് വിശ്വസിക്കുകയും ആവശ്യമാണ്. 1:18 പറയും, ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാകുന്നു. രക്ഷിക്കപ്പെടുന്നവർക്ക്. അപ്പോൾ ക്രൂശിൻ്റെ വചനം അത് രക്ഷയ്ക്ക് മുഖാന്തരമാണ്. അത് ദൈവശക്തിയാകുന്നു. അങ്ങനെ ദൈവശക്തിയുടെ ഒരു പ്രവർത്തനത്താലാണ് അന്ധകാരത്തിൽ നരകയോഗ്യരായ മനുഷ്യരെ വെളിച്ചത്തിൻ്റെ മക്കളാക്കി, ആത്മീയരാക്കി, സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുന്നത്. ഇത് അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ഇത് ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ ദൈവം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് തൻ്റെ അപ്പസ്തലന്മാർ വഴിയാണ്. ആ അപ്പസ്തലന്മാർ പറഞ്ഞു കണ്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് അവർക്ക് നൽകിയ ആ ഉപദേശങ്ങൾ ദൈവവചനത്തിൽ, തിരുവെഴുത്തിൽ, ഈ 66 പുസ്തകങ്ങളിൽ നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സുവിശേഷം നാം മറ്റുള്ളവരോട് പറയുമ്പോൾ ദൈവം അതിൽ കൂടെ പ്രവർത്തിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അതിൽ പ്രവർത്തിച്ച് ഒരുവിനെ, പ്രാകൃത മനുഷ്യനെ ആത്മീയനാക്കി തീർക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ബൈബിൾ ചർച്ച് എന്ന് ഞങ്ങളിതിനെ വിശേഷിപ്പിക്കുന്നത്. തിരുവെഴുത്താണ് ഇതിൻ്റെ ആധാരം. അതിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ക്രൂശിൻ്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് മനുഷ്യരിൽ ക്രിയ ചെയ്യുകയും ദൈവം പ്രവർത്തിക്കുകയും അവരങ്ങനെ ആത്മീയരായി തീരുകയാണ് ചെയ്യുന്നത്. അതിന് ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെട്ട ദൈവശക്തി ആകുന്നു. അതുപോലെ തന്നെ ദൈവം എപ്രകാരമാണ് രക്ഷ വിഭാവനം ചെയ്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ പ്ലാൻ എങ്ങനെയാണ്? പദ്ധതി എങ്ങനെയാണ് ഒരു പാപിയായ മനുഷ്യനെ നമുക്ക് ദൈവത്തിന് രക്ഷിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഇന്ന് മിക്ക ക്രിസ്തീയ സമുദായങ്ങളിലും ദൈവമാര്, പാപമെന്ത്, രക്ഷ എന്ത്, എങ്ങനെയാണ് ഒരു പരിശുദ്ധനായ ദൈവത്തിന് ഒരു പാപിയെ രക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളിൽ വളരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പല സഭകളിലും പാപത്തിന് ശിക്ഷയില്ല, പാപത്തിന് പരിഹാരം വേണ്ട. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദൈവത്തിനോ പുത്രനോ കാൽവരി ക്രൂശിനോ കാൽവരിയുടെ മരണത്തിനോ പുനരുദ്ധാനത്തിനോ യാതൊരു വിലയുമില്ല. കാരണം എന്താണ്? അവർക്ക് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചും ദൈവം പാപത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതും പാപത്തിൻ്റെ ശിക്ഷ എന്താണെന്നും അതിൻ്റെ പരിഹാരം എന്താണ് എന്നും അവർക്ക് അത് വിഷയമല്ലാത്തതുകൊണ്ട് അവർ പാപത്തെ നിർവചിക്കുന്നത് അപ്രകാരമാണ്. അതുകൊണ്ട് വളരെ ഒരു ദൈവം രക്ഷ എപ്രകാരം വിഭാവനം ചെയ്തിരിക്കുന്നു, അത് ക്രിസ്തുവിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് തിരുവചനം പറയുന്നത്. ദൈവവചനം പറയുന്നത് അത് ക്രിസ്തുവിൽ മാത്രം, തൻ്റെ ഏകജാതനായ പുത്രനിലാണ് ഈ രക്ഷ ദൈവം അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിരുവചനം
രക്ഷ എപ്രകാരം നൽകുന്നു എന്നുള്ളത് വിഷയമാണ് വേദത്തിൽ പറയുന്നുണ്ട്. ഈ ദൈവം ഇട്ട ഈ പദ്ധതിയിൽ അതെങ്ങനെയാണ് ആ രക്ഷ എപ്രകാരമാണ് ദൈവം നൽകുന്നത്? ഇവിടെ ഈ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുമ്പോൾ അത് പ്രസംഗം എന്ന ഭോഷത്വം വഴി നൽകുന്നു. 1 കൊരിന്ത്യർ 1:20 നമ്മൾ വായിച്ചതാണ്. പ്രസംഗം എന്ന ഭോഷത്വം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഇതൊരു പ്രസ്താവന കൂടിയാണ്, ദൈവത്തിൻ്റെ ഒരു പ്രസ്താവനയാണ്. അത് വളരെ സത്യസന്ധമായിട്ട് ഒട്ടും മായം ചേർക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു രക്ഷിക്കപ്പെട്ട ആത്മീയനായ വ്യക്തിയുടെയും ഉത്തരവാദിത്വം. ഞങ്ങളത് ആവുന്നതും ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ ദൈവം പ്രസംഗം എന്ന ഭോഷത്വം വഴിയാണ് ഈ രക്ഷ നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ രക്ഷ എപ്രകാരമാണ് നാം വ്യക്തിപരമായി പ്രാപിക്കുന്നത്? ഹൗ ഡു വി റിസീവ് ഇറ്റ്? നമുക്ക് എങ്ങനെയാണ് അത് ലഭിക്കുന്നത്? ആ മാർഗവും അതിൻ്റെ ഏകമാർഗം വേദപുസ്തകം പറയുന്നത്, തിരുവെഴുത്തുകൾ പറയുന്നത് വിശ്വാസം എന്ന മാർഗം മാത്രം. രക്ഷ വിശ്വാസത്താൽ പ്രാപിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം എത്രയോ സങ്കീർണമാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷ എന്നുള്ളത് അത് വളരെ ദൈവികമായ ഒരു കാര്യമാണ്. ഇത് ദൈവം ചെയ്യുന്ന കാര്യമായതുകൊണ്ട്, ദൈവം നൽകുന്നതായതുകൊണ്ട് നമുക്കത് വിശ്വാസത്താൽ സ്വീകരിക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്ക് എന്തെങ്കിലും സാധിക്കുമായിരുന്നുവെങ്കിൽ അതിൻ്റെ പുത്രനെ ദൈവം അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം അങ്ങനെ രക്ഷയുടെ ദൈവിക പദ്ധതി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ഒരുക്കിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:24 അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള സന്ദേശമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 1:23 പ്രസംഗം ദൈവത്തിൽ നിന്നുള്ള പ്രസ്താവന ആകുന്നു. അതുകൊണ്ട് ഈ പ്രസ്താവനയിൽ നമ്മൾ വിശ്വസിക്കണം. കാരണം ദൈവം സത്യവാനാണ്. ദൈവം ഒരിക്കലും കള്ളം പറയത്തില്ല. അനീതി എന്നുള്ളത് അവനിൽ ഇല്ല. അവൻ പൂർണ്ണ നീതിമാനാണ്, അവൻ പരിപൂർണനാണ്. അതുകൊണ്ട് ദൈവവചനം അപ്രകാരം തന്നെയാണ്. അതിലെഴുതിയിരിക്കുന്നത് ഇത് സത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. അത് നാം വിശ്വസിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം തൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം, അത് നമ്മൾ വിശ്വസിക്കുന്നുവോ? ആ പ്രസ്താവനകൾ വിശ്വസിക്കുന്നുവോ? ദൈവത്തിനെ സത്യവാനായിട്ട് മനസ്സിലാക്കി അത് വിശ്വസിക്കുന്നുവോ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതും വളരെ പരമാർത്ഥമായ ഒരു കാര്യം തന്നെയാണ്. ഈ പ്രസ്താവന ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു വ്യക്തിയുടെ ക്രൂശീകരണവുമാകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു പ്രസ്താവന ദൈവത്തിൻ്റെ പദ്ധതിയിൽ യേശുക്രിസ്തുവിനെ ഒരു പ്രസ്താവന ദൈവം നടത്തുകയാണ്. അത് നടത്തുന്നത് അപ്പസ്തോലന്മാർ വഴിയാണ്. അപ്പസ്തോലന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് വേദത്തിൽ എഴുതിയിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവന ഒരു വ്യക്തിയെ സംബന്ധിച്ചും ആ വ്യക്തിയുടെ ക്രൂശീകരണം സംബന്ധിച്ചാണ്. ആ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തു പാപങ്ങൾക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു. ഇതാണ് പ്രസ്താവന. അപ്പോൾ അവിടെ പാപം എന്ന ഒരു വിഷയം അവിടെ കൊണ്ടുവരികയാണ്. യേശുക്രിസ്തു പാപങ്ങൾക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു. ഇതാണ് പ്രസ്താവന. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ പ്രസ്താവനയുടെ വിഷയം യേശുക്രിസ്തു ആകുന്നു. എന്നാൽ അത് വ്യാകരണ സംബന്ധമായിട്ട് ഒരു വ്യാകരണം നമുക്കറിയാം. ഒരു പ്രസ്താവന നമ്മൾ നടത്തുമ്പോൾ അതിൽ ഒരു സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അങ്ങനെയല്ലേ? കർത്താവ്, കർമ്മം, ക്രിയ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാകരണത്തിലെ കർമ്മം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ കർത്താവായ യേശുക്രിസ്തുവാണ്. അതും അവൻ്റെ കാൽവരി മരണം. ഈ പ്രസ്താവന നാം വിശ്വസിക്കുന്നുവോ? അതുകൊണ്ട് രക്ഷ എന്നുള്ളത് ഒരു മാനസിക ഭ്രമമോ ഒരു ഫീലിങ്ങോ അല്ല. ഇത് ദൈവം പ്രഖ്യാപിക്കുന്ന പ്രസ്താവനയുടെ വിശ്വാസമാണ്, അതിനുള്ള ആശ്രയമാണ്, അസത്യമാണെന്നുള്ള ബോധ്യമാണ്.
ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് സത്യമാണ്. ആ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ആ സത്യത്തിൽ നമ്മുടെ കർത്താവ് യേശു നമ്മുടെ പാപങ്ങൾക്ക് പകരക്കാരനായി മരിച്ചു എന്നുള്ളതും സുവിശേഷം തന്നെയാണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം, ഗോസ്പൽ ഈസ് പ്രൊപ്പോസിഷണൽ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രസ്താവന നടത്തുകയാണ് ദൈവം. ആ പ്രസ്താവന അപ്രകാരം തന്നെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്യുകയാണ്, അത് നിങ്ങളുടെ മുമ്പിലെത്തിക്കുകയാണ്. അതുകൊണ്ട് ഇത് പ്രൊപ്പോസിഷണൽ പ്രസ്താവനയാണ്. ഇത് അനുഭവങ്ങളോ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചില കാര്യങ്ങളോ അല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ് എന്നുള്ളത് ബോധ്യപ്പെടുകയും പിതാവ് നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അനുഭവങ്ങൾ നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഫലങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിൻ്റെ കാരണം അനുഭവങ്ങളല്ല നമ്മുടെ രക്ഷയുടെ കാരണം. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഇത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രസ്താവനകൾ അപ്പോസ്തലന്മാർ വന്നു, കൊരിന്ത്യക്കാർ എന്ത് ചെയ്തു? അവർ കേട്ടു, പരിശുദ്ധാത്മാവർക്ക് ബോധ്യം നൽകി, അവർ വിശ്വസിച്ചു. അപ്പോൾ അതുകൊണ്ട് നാം ഇന്നും കേൾവിക്കാർ വിശ്വസിക്കണം എന്നുള്ള ഒരു നിയമം നമുക്ക് ഉണ്ട് എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാകുന്നു. 1 കൊരിന്ത്യർ 1:18 വാക്യം ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാകുന്നു. ആ ശക്തിയിലാണ് നമ്മൾ ഈ ദൈവം നമ്മളിൽ പ്രവർത്തിച്ച് നമ്മളെ ഇടത്തു നിന്ന് വലത്തോട്ടാകുന്നത്, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കാകും. ഇത് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനമാണ് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം മനുഷ്യരാശിക്ക് നൽകിയ സർവോന്നതമായ വെളിപ്പാട് അത് യേശു ക്രിസ്തുവാണ്. അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. മഹോന്നതമായ വെളിപ്പാട്. 66 പുസ്തകങ്ങളുടെ ആകത്തുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അത് യേശു ക്രിസ്തുവാണ് എന്നുള്ളതാണ്. ഈ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും കേന്ദ്ര ബിന്ദു, വെളിപാടിൻ്റെ ഏറ്റവും ബിന്ദു. അതുകൊണ്ട് ഇത് മഹോന്നതമായ ഒരു അറിവാണ്, ഒരു വെളിപ്പാടാണ്. അത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ് എന്നുള്ളതും വളരെ ശക്തമായ ഒരു ഉദ്ദേശമാണ്. അതുമാത്രമല്ല, ഈ യേശു ക്രിസ്തു പാപങ്ങൾക്ക് പകരക്കാരനായിട്ട് മരിച്ചു, കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളതും ശക്തമായ ഉപദേശമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു. അതിവിടെ എഴുതിയിരിക്കുകയാണ്, ആ പ്രസ്ഥാനം ഇവിടെ എഴുതിയിരിക്കുകയാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഏക നാമം മാത്രമാണ് നമ്മുടെ രക്ഷയ്ക്ക് ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെയുള്ളത്. അത് കർത്താവായ യേശു ക്രിസ്തു. അതാണ് അവൻ്റെ നാമം. ആ നാമമുള്ള ആ വ്യക്തി നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് പകരക്കാരനായിട്ട് ക്രൂശിക്കപ്പെട്ടു. ആ പ്രസ്താവനയിലുള്ള വിശ്വാസം നമ്മളുടെ നിത്യതയെ അത് തീരുമാനിക്കും എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. രക്ഷയ്ക്കായുള്ള ഏകനാമം യേശു ക്രിസ്തു. നസ്രായനായ യേശു, യഹൂദന്മാർ തള്ളിക്കളഞ്ഞ, യഹൂദന്മാർ ക്രൂശിച്ച, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ യേശു ക്രിസ്തുവിൻ നാമം. ഇത് 1 കൊരിന്ത്യർ അപ്പോസ്തലപ്രവർത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യവും അതിനോട് ബന്ധപ്പെട്ട ആ സാഹചര്യങ്ങളുള്ള വാക്യങ്ങളും വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. നിങ്ങൾ വായിച്ചു നോക്കൂ, ഇത് ശരിയാണോ എന്നുള്ളത്. ഈ യേശു ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം ക്രിസ്തു നസ്രായനായ യേശുവാണ്. നസ്രായൻ ജനിച്ചവനാണ്. അവൻ യഹൂദന്മാർ തള്ളിക്കളഞ്ഞവനാണ്, യഹൂദന്മാർ ക്രൂശിച്ചവനാണ്, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ യേശു ക്രിസ്തു. അതാണ് അവൻ്റെ നാമം. അവനിൽ മാത്രമാണ് നമുക്ക് പാപമോചനം എന്ന രക്ഷ ഉള്ളത്. 1 കൊരിന്ത്യർ 1:30 നമ്മൾ വായിക്കുമ്പോൾ
അവിടെ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളോ, കൊരിന്ത്യരോട് പൗലോസ് എഴുതുകയാണ്, വിശ്വസിച്ച ഈ ആത്മീയ മനുഷ്യരോട് അവൻ എഴുതുകയാണ്, നിങ്ങളോ അവനാൽ യേശു ക്രിസ്തുവിലിരിക്കുന്നു. അവൻ ആരാണ്? ദൈവമാണ്, പിതാവായ ദൈവം. നിങ്ങളോ അവനാൽ യേശു ക്രിസ്തുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്വത്തിൽ നിന്ന്, അവൻ യേശു ക്രിസ്തു നിന്ന്, ദൈവത്വത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഈ ഏകനാമത്തിലുള്ള വിശ്വാസം വഴി നമുക്കെന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പരിപൂർണമായിട്ട് രക്ഷിക്കപ്പെടുകയാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ മാത്രമേ അതെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ, എന്നാൽ ഇതൊന്നും രക്ഷയ്ക്ക് മുഖാന്തരം, രക്ഷയ്ക്ക് നമ്മൾ വിശ്വസിക്കണമെന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അപ്പസ്തോലനായ പൗലോസ് പ്രസംഗിച്ച ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിച്ചവർ ദൈവത്താൽ ക്രിസ്തുവിൽ ഇരിക്കുന്നു. യേശു ക്രിസ്തു വിശ്വസിച്ചവർക്ക് ദൈവത്വത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇന്ന് നമ്മുടെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും നമ്മളിൽ തന്നെയല്ല, അത് ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിലാണ്. ദൈവത്തിൻ്റെ മൊത്തമായ വെളിപ്പാട് ക്രിസ്തുവിലാണ്. അവൻ്റെ മരണമാണെങ്കിൽ ആ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി അവനിലാണ് എല്ലാം ലഭിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ. ആത്മീയ പോരാട്ടം കർത്താവായ യേശു ക്രിസ്തുവിൽ, കർത്താവിൻ്റെ അമിത ബലത്തിൽ. അതാണ് നമ്മുടെ പോരാട്ടം. ആത്മീയ ജീവിതമോ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൽ. ഇതെല്ലാം മൊത്തമായിട്ട് 100% അത് ദൈവത്തിൽ നിന്നാണ്, ക്രിസ്തുവിലാണ്. അത് പരിശുദ്ധ നമുക്ക് ബോധ്യം നൽകുമ്പോൾ, നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആത്മീയരായിത്തീരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആയതിനാൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന് 31-ാം വാക്യം അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആകയാൽ ദൈവം, പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മാവ് വഴി നമ്മളിൽ ചെയ്ത ഈ രക്ഷയുടെ ഈ വലിയ കാര്യത്തെ സംബന്ധിച്ച് നാം അറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ പറയുകയാണ്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. പഴയ നിയമത്തിന് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ജെറമ്യാ പ്രവചനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇവിടെ അവിടെ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസ. അതുകൊണ്ട് നമ്മുടെ പ്രശംസ എവിടെ? കർത്താവിൽ. നമ്മുടെ രക്ഷ എവിടെ? യേശു ക്രിസ്തുവിൽ. അതും കാൽവരി ക്രൂശിലെ മരണത്താൽ നമുക്ക് പകരക്കാരൻ മരിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ 1 കൊരിന്ത്യർ ലേഖനത്തിൽ രക്ഷ എന്താണ് ഒന്നുകൂടി വായിച്ച് നമുക്കിന്ന് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് രക്ഷയെക്കുറിച്ച് പറയുന്നത്? 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം അവിടെ എഴുതിയിരിക്കും, ക്രൂശിൻ്റെ വചനം. പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ വചനം. അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. എന്ന് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി ആകുന്നു. അപ്പം അതുകൊണ്ട് ഈ രക്ഷ എന്നുള്ളത് അത് ഈ നശിച്ച് പോകാതിരിക്കുന്നതിനുള്ള ഒരു കാര്യമാണ് എന്നെങ്കിലും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വായിക്കാൻ കഴിയും. ഇത് നമ്മൾ അല്ലെങ്കിൽ നശിച്ചു പോകും, ഭോഷന്മാരായിട്ട് ജീവിച്ചാൽ നാശത്തിലേക്ക് പോകും. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് രക്ഷയ്ക്ക് അത് വഴിയാണ് എന്ന് ഓർക്കുകയാണ്. അത് നമ്മൾ വിശ്വാസത്താൽ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. രക്ഷയെക്കുറിച്ച് പിന്നീടുള്ള 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വളരെ ശക്തമായ ഉപദേശങ്ങൾ കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ മിഷനറി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 2-ാമത്തെ യാത്രയും 3-ാമത്തെ യാത്രയും അദ്ദേഹം അവിടെ പോയി കൊരിന്ത്യയിൽ പ്രസംഗിച്ച കാര്യങ്ങളും എല്ലാം തന്നെ ഒരു ചരിത്ര പുസ്തകമായ അപ്പസ്തോല പ്രവർത്തികളിൽ ലൂക്കോസ് എഴുതിയിട്ടില്ല. അവൻ കൊരിന്ത്യയിൽ ചെന്ന് യഹൂദന്മാരുടെയും
യവന്മാരുടെ ഇടയിൽ എന്തു പറഞ്ഞു? യേശു ക്രിസ്തു ആണ് എന്ന് പറഞ്ഞു. അവിടെ അത്ര എഴുതിയിട്ടുള്ളൂ. അത് വിശ്വസിച്ചവർ സഭയോട് ചേരുകയുണ്ടായത്. എന്നാൽ അവിടെ മറ്റുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്നുള്ളത്, അവൻ്റെ പ്രസംഗത്തിൻ്റെ ആകത്തുക എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് വായിക്കാം. ശ്രദ്ധിച്ച് വായിച്ചാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 1 വായിക്കൽ ഞാൻ വായിക്കുകയാണ്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് അവിടെ നടന്ന പ്രസംഗത്തിൻ്റെയും ഉപദേശങ്ങളുടെയും കാര്യങ്ങൾ ഇവിടെ വീണ്ടും ഓർപ്പിക്കുകയാണ് കൊരിന്ത്യ വിശ്വാസികളെ. എന്നിട്ട് പറയുകയാണ് എൻ്റെ 3-ാം വാക്യത്തിൽ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്കും ഒരുമിച്ചു പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്നുവരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ കൊരിന്ത്യ വിശ്വാസികളോട് പറഞ്ഞ സുവിശേഷം എന്താണ് എന്നുള്ളത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ആ സുവിശേഷം നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്കും രക്ഷ പ്രാപിക്കാം, നമുക്ക് പരിസ്ഥാനം ലഭിക്കാം, ക്രിസ്ത്യനുള്ളവരാകാം, ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരാൻ സാധിക്കും. നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ. അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തു നമ്മുടെ സുവിശേഷം എന്നുള്ളത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിന് പകരം മരിച്ചു അടക്കപ്പെട്ടു, പ്രത്യക്ഷനായി എന്നുള്ളതാണ്. അത് നമ്മൾ സത്യമായിട്ട് വിശ്വസിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കണം. അങ്ങനെ ദൈവമക്കളായി തീരുവാൻ, ആത്മീയരായി തീരുവാൻ നമുക്ക് ആകയാൽ നാം എന്ത് ചെയ്യേണ്ടു? പ്രാകൃത മനുഷ്യനായ നാം ആത്മീയനാകേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് ജ്ഞാനമില്ലാതിരുന്നവർ ദൈവത്തിന് ജ്ഞാനമുള്ളവരായി തീരേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആത്മീയനാകാൻ എന്ത് ചെയ്യണം? ക്രിസ്തു വിശ്വസിക്കണം. വെരി സിമ്പിൾ. ദൈവത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പ്രത്യക്ഷത്തിൽ അത് വളരെ എളുപ്പമാണ്. എന്നാൽ ദൈവം അതിന് പിന്നിൽ ചെയ്ത കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാകുന്നത്. എന്നാൽ അത് വിശ്വസിക്കാൻ തക്കവണ്ണം ഇതിൻ്റെ പരിസ്ഥാനമാകും നമ്മളെ സഹായിക്കട്ടെ. വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദമാണ്. ദൈവത്തിൻ്റെ പ്രസാദമാണ്. വിൻസൻ തോമസിൻ്റെ അല്ല, ബൈബിൾ ചർച്ച് പലരുടെയും ബൈബിൾ ചർച്ചിൻ്റെ പ്രസാദമല്ല, മനുഷ്യരുടെയോ ബന്ധുമിത്രാദികളുടെ പ്രസാദം. ദൈവം, പിതാവായ ദൈവം അതിൽ പ്രസാദിക്കുന്നു. അവൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവന് അവനെ രക്ഷിക്കാൻ തക്കവണ്ണം ദൈവം പ്രസാദിച്ചിരിക്കുകയാണ്. താങ്കൾ വിശ്വസിക്കുമോ? എന്നെ കേൾക്കുന്നവർ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്വർഗസ്ഥ പിതാവേ, കേൾപ്പിച്ച ദൈവ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കേൾപ്പിച്ച വചനം വിശ്വാസമായി പരിണമിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. നന്ദി. താങ്ക് യു വെരി മച്ച്.